ഏതായത്ത് ചിന്തിച്ചിട്ടാണ്? ആലോചിച്ചു നോക്കൂ മുസ്ലിമീങ്ങളെ. ഞാൻ ഏതെങ്കിലും ഒരു പാതിരാത്രി സമയത്തൊരു 10 മിനിറ്റ് നേരം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തന്ന വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്തെടുത്തു വെച്ചിട്ട് ആ ആയത്തിനെ പറ്റി ചിന്തിച്ച് രാത്രിയുടെ ഏതെങ്കിലും ഒരു 10 മിനിറ്റ് നേരം നമ്മൾ ചിലവഴിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മൾ ചിലവഴിക്കാത്തത്? നമുക്കതിന് നേരമില്ല. ഇന്നാരാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത്? ഇന്നാരാണ് വിശുദ്ധ ഖുർആനിലെ ആയത്ത് പഠിക്കുന്നത്? നമ്മുടെ മക്കളെ നമ്മൾ കെമിസ്ട്രി പഠിപ്പിക്കുന്നു, ബയോളജി പഠിപ്പിക്കുന്നു, ബോട്ടണി പഠിപ്പിക്കുന്നു, ഹിസ്റ്ററി പഠിപ്പിക്കുന്നു. അങ്ങനെ MBA-ക്കും MBBS-നും MA-ക്കും MPhil-നും ഹൈടെക്കിനും ബിടെക്കിനും IAS-നും IPS-നും പറഞ്ഞു വിടുന്നു. പക്ഷേ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തായ സൂറത്തുൽ കൗസർ എടുത്തു കൊടുത്തിട്ട് തെറ്റില്ലാതെ ഒന്ന് ഓതടാ മോനെ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിന്റെ തജ്വീദ് പ്രകാരം ആ സൂറത്ത് പാരായണം ചെയ്യുന്ന മക്കൾ ഇന്ന് നമുക്കുണ്ടോ? ഇംഗ്ലീഷിൽ അവൻ ഫ്ലുവന്റ്ലി സംസാരിക്കാൻ ശരിയായി യോഗ്യതയുള്ളവരാണ്. നല്ല ഫ്ലുവന്റായി അവൻ ഇംഗ്ലീഷിൽ സ്പീക്ക് ചെയ്തേക്കാം, അതല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അവൻ എഴുതിയേക്കാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സുകളിൽ അവൻ ഫസ്റ്റ് ക്ലാസ് മാർക്കോടെ പാസ്സായവനായേക്കാം. പക്ഷേ വിശുദ്ധമായ ഖുർആനിലെ ഒരു ചെറിയ സൂറത്ത് അതേ വിശുദ്ധമായ ഖുർആനിന്റെ തജ്വീദ് അനുസരിച്ച് ഓതാൻ ഇന്നീ സമുദായത്തിലെ ചെറിയ മക്കൾക്കോ ചെറുപ്പക്കാർക്കോ അറിയുമോ? വളരെ ഗൗരവത്തോടെ സമുദായം ആലോചിക്കേണ്ട വിഷയമാണ്. ഇന്നാരാണ് ഖുർആൻ ഓതുന്നത്? മുൻപ് കാലങ്ങളിൽ സന്ധ്യാസമയത്ത് മുസ്ലിം ഗല്ലികളിലൂടെ കടന്നുപോയാൽ കേൾക്കാം വിശുദ്ധമായ യാസീൻ സൂറത്തിന്റെ ഇരടികൾ ഇങ്ങനെ ഉയർന്നു കേൾക്കാം. വിശുദ്ധമായ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ സൂറത്തുൽ മുൽക്കിന്റെ വരികൾ ഉയർന്നു കേൾക്കാം. സൂറത്തുൽ വാഖിഅ കേൾക്കാം. പക്ഷേ ഇന്ന് പാതിരാവിന്റെ സമയങ്ങളിൽ എന്നല്ല പോകട്ടെ, സന്ധ്യാസമയങ്ങളിൽ മുസ്ലിം ഗല്ലികളുടെ പരിസരത്തുകൂടി നടന്നു പോയാൽ ഏതൊക്കെയോ സിനിമാ താരങ്ങൾ അലയടിച്ചുവിടുന്ന അശ്ലീലമായ സോങ്ങുകളും അശ്ലീലമായ ഫിലിം സ്റ്റാറുകളുടെ മാപ്പിളപ്പാട്ടുകളും സിനിമാ പാട്ടുകളും കൊണ്ട് ഈ സമുദായത്തിന്റെ വീടുകൾ മുഴുവനും അതേ ദുരന്തപൂർണങ്ങളായ തമസ്വീകരണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്.